നമസ്കാരം. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നീചഭംഗ രാജയോഗം ആരംഭിച്ചിരിക്കുന്നതായ സമയമാകുന്നു. എന്താണ് നീചഭംഗ രാജയോഗം എന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നീചഭംഗ രാജയോഗം ആരംഭിച്ചത് എന്നും ആദ്യം മനസ്സിലാക്കാം. ശുക്രൻ ഇപ്പോൾ കന്നി രാശിയിലാണ് ഉള്ളത്. ശുക്ര സംക്രമണത്തിന്റെ ഈ സമയത്ത് നീചഭംഗ രാജയോഗം രൂപാന്തരം കൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവവും മംഗളകരവുമായ യോഗമാണ് എന്ന കാര്യം ഓർക്കുക. ശുക്രൻ കന്നി രാശിയിലേക്ക് കടന്നിരിക്കുന്നതായ അവസ്ഥയിൽ ചില രാശിയിൽ ജനിച്ചവർക്ക് നീചഭംഗ രാജയോഗത്തിന്റെ ഗുണഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് പല മേഖലകളിലും ഇവർക്ക് അനുകൂലമായി തീരും എന്നാണ് പരാമർശിക്കുന്നത്. വേദജ്യോതിഷം അനുസരിച്ച് വളരെ ശക്തമായ ഒരു രാജയോഗം തന്നെയാണ് നീചഭംഗ രാജയോഗം. ഇതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ സാധിക്കുകയും പലവിധം വെല്ലുവിളികളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഒരു ഗ്രഹം ദുർബല സ്ഥാനത്ത് ആയിരിക്കുമ്പോഴാണ് നീചഭംഗ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ഈ അപൂർവമായ രാജയോഗം വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കന്നി രാശിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ശുക്രൻ ലഗ്നഭാവത്തിലാണ് ഉള്ളത്. ഈ അവസ്ഥയിലാണ് ശുക്രൻ നീചഭംഗ രാജയോഗത്തിന് രൂപം നൽകുന്നത്. അതിനാൽ ഈ കാലയളവിൽ ഈ രാശിക്കാർക്ക് അഥവാ കന്നി രാശിയിൽ ജനിച്ച ഓരോ വ്യക്തികൾക്കും മംഗളകരമായ ഫലങ്ങൾ ലഭിക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെയധികം വ്യക്തിത്വം അത് ആകർഷകമായി തീരുന്നതായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പറയുന്നത് പൊതുഫല പ്രകാരമാകുന്നു. വിവാഹിതരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ദാമ്പത്യ ജീവിതം കൂടുതൽ അനുകൂലമായി തീരും. തർക്കങ്ങൾ ഒരുവിധം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പങ്കാളികൾക്കിടയിൽ സ്നേഹം ഐക്യം വർദ്ധിക്കുന്നതാകുന്നു. പങ്കാളിയുടെ ആഗ്രഹങ്ങൾ അവരുടെ ചില ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പങ്കാളികൾക്കിടയിൽ വളരെയധികം സ്നേഹം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത്. കരിയറുമായി ബന്ധപ്പെട്ടും അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പലവിധ പ്രശ്നങ്ങൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ഭവിച്ചിട്ടുള്ള ദോഷകരമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. അത്രമേൽ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും പ്രതികൂലമായിരുന്നു എന്നിരുന്നാൽ പോലും അത് അനുകൂലമാക്കി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് അനുകൂലമാക്കി കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ സന്തോഷകരമായ നിമിഷങ്ങളും ശുഭകരമായ യാത്രകളും ജീവിതത്തിൽ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ബിസിനസ് പരമായി അല്പം നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് ഇത്. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാകുന്നു. കാരണം മകരം രാശിയുടെ 9ാമത്തെ ഭാവത്തിലാണ് നീചഭംഗ രാജയോഗം രൂപാന്തരം കൊണ്ടിരിക്കുന്നത്. തൽഫലമായി ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാം. അതിനാൽ ധനപരവും തൊഴിൽപരവും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ഈ രാശിക്കാർക്ക് അഥവാ മകരം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പല തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പലവിധ മാറ്റങ്ങളും പ്രകടമായി തുടങ്ങും. ധനപരമായും അല്ലാതെയും മാറ്റങ്ങൾ വന്നു ചേരാം. നേട്ടങ്ങൾ ഈ കാലയളവിൽ വന്നു ചേരും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്പം ശക്തമാവുകയും ചെയ്യാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ് ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പണം കൈകളിലേക്ക് വന്നു ചേരും. നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരും.
നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് അഥവാ പണം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല ജോലികളും തീർക്കുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഈ സമയം ശരിയായ രീതിയിൽ തന്നെ ജോലികൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി സംബന്ധമായ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റ് യാത്രകൾക്കും സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. അത് ഉല്ലാസയാത്രകളുമാകാം. മംഗളകരമായ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ എത്തുക, വിവാഹം നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കാലയളവിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്നതായ പലവിധ ദുരിതങ്ങളെയും കഷ്ടതകളെയും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ് ഇത്. അതിനാൽ തന്നെ വന്നു ചേരുന്ന അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ധനുരാശിയിൽ ജനിച്ചവരാണ് നിങ്ങൾ എങ്കിൽ ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കർമ്മഭാവത്തിലാണ് നീചഭംഗ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. അതിനാൽ തന്നെ ധനുരാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ പൊതുഫലത്താൽ ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. ജോലികൾ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. തന്മൂലം പ്രശംസകൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പലവിധ നേട്ടങ്ങൾ ഉദ്യോഗസ്ഥർക്കും മറ്റ് വ്യക്തികൾക്കും മറ്റ് ജോലികളുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ അല്പം ഗുണഫലങ്ങൾ ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മികച്ചതായ ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് ധനുരാശിക്കാർക്ക് അല്പം നേട്ടങ്ങൾ ഉയരങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രമോഷനും ശമ്പള വർധനവിനും വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് ഇത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മേഖലകൾ, അതായത് പുതിയ ബിസിനസ് മേഖലകളിലേക്ക് നിങ്ങൾക്ക് ബിസിനസ് വ്യാപിപ്പിക്കുവാൻ സാധിക്കുന്ന അത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. പ്രണയ സാഫല്യം സംഭവിക്കാം. കൂടാതെ ഈ സമയം പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുക അല്ലെങ്കിൽ വിവാഹം നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുവാനുള്ള അല്ലെങ്കിൽ അനുകൂലമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഇത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.